അതിഥി തൊഴിലാളികൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അവർ ഈ നാട് വിട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ. നിരവധി വ്യവസായ മേഖലകൾ അവർ ഇല്ലാതായാൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അസം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുണ്ട്. അതിനൊപ്പം തന്നെ LPG പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ കാരണം ഒരുപാട് തൊഴിലാളികൾ ഇപ്പോൾ അവരുടെ ജന്മനാടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. മടങ്ങി വരൂ വേഗം, കണ്ണുനട്ട് കേരളം. ഹോട്ടൽ മേഖലകൾ, നിർമ്മാണ മേഖലകൾ, വ്യവസായശാലകൾ, മെക്കാനിക്കൽ ജോലികൾ, എന്തിന് കൃഷി വരെ ഇന്ന് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇവരുടെ വരവ് കേരളത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ളത് എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരവും ആലപ്പുഴയുമാണ്. 30 ലക്ഷത്തിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് ആസൂത്രണ ബോർഡിന്റെ കണക്ക്. ഫ്ളാറ്റുകൾ, വൻകിട കെട്ടിട നിർമ്മാണ ജോലികൾ എന്നിവ ചെയ്യുന്നതും കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പെരുമ്പാവൂരിലെ തടിമില്ലുകൾ, പ്ലൈവുഡ് കമ്പനികൾ എന്നിവയും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. പലയിടങ്ങളും നിർമ്മാണം വരെ നിലച്ചിരിക്കുകയാണ്. ഗ്യാസിന്റെ ക്ഷാമം മൂലം പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്ക് കൂരിന്മേൽ കുരു എന്ന പോലെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ നാട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കും. തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങിയത് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയെന്ന് ഉടമകൾ പറയുന്നു. 50-60 പേർ തൊഴിലെടുത്തിരുന്ന കമ്പനിയിൽ ഇപ്പോൾ ഉള്ളത് 10 മുതൽ 15 പേർ വരെ മാത്രം. പെരുമ്പാവൂരിൽ നിന്ന് കുറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത്രയധികം തൊഴിലാളികളെ അറ്റ് എ ടൈം കൊണ്ടുവരാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് അവരും നേരിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കൂടുതൽ തൊഴിലാളികളും നാടുകളിലേക്ക് മടങ്ങിയതെങ്കിലും ഇനി ബക്രീദിന് ശേഷം മാത്രമേ ഒരു മടങ്ങിവരവ് തൊഴിലുടമകൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പലരും പണിയെടുത്ത ഇടങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമോ എന്നുള്ളതും സംശയമാണ്. നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ തിരിച്ചുവരുമെന്നുറപ്പിക്കാൻ പലയുടമകളും ടിക്കറ്റ് വരെ എടുത്തു നൽകിയിട്ടുണ്ട്. തൊഴിലാളികളെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് സംഘടന പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും നമ്മൾ ഒരുക്കുന്നൊന്നുമില്ല. പക്ഷെ സ്ഥാപന ഉടമകൾ കുറെ പേര് അങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് അവർ സ്വന്തമായിട്ട് ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തൊഴിലാളികൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലിടങ്ങൾ പലതും പ്രതിസന്ധിയിലാണ്. പലതിന്റെയും ഭാവി പോലും നിർണ്ണയിക്കാൻ കഴിയാത്തത്രോളം പ്രതിസന്ധിയിൽ. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കുന്നു എന്നുള്ളത്. ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലിടങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതലും ആശ്രയിക്കുന്നത് എന്ന്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.